പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കി ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ. ഈ ചാനലിലൂടെ വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഈ ദൈവവചന ഭാഗങ്ങൾ കേൾക്കുന്ന എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാകുവാൻ വേണ്ടി എന്നോടൊപ്പം സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എല്ലാ അധ്യായങ്ങളും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ ഞങ്ങളോട് സഹകരിക്കും. പുതിയതായി കേട്ടു തുടങ്ങുന്നവർ ഉൽപ്പത്തി പുസ്തകം 1 മുതലുള്ള എല്ലാ അധ്യായങ്ങളും കേട്ട് ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. നിങ്ങളെവിടെയും കഴിഞ്ഞ പ്രാർത്ഥനാ നിർഭരമായ സഹകരണം തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സംഖ്യാപുസ്തകം 26-ാം അധ്യായം. രണ്ടാമത്തെ ജനസംഖ്യ. മഹാമാരി നിലച്ചതിന് ശേഷം കർത്താവ് മോശയോടും പുരോഹിതനായ അഹറോന്റെ പുത്രൻ എലയാസറിനോടും അരുളി ചെയ്തു, ഇസ്രായേൽ സമൂഹത്തിന്റെ 20-ഉം അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ള സകലരുടെയും കണക്ക് ഗോത്രം ഗോത്രമായി എടുക്കുക. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേലിൽ 20-ഉം അതിനുമേലും വയസ്സുള്ളവരെ ജെറിക്കോയുടെ എതിർവശത്ത് ജോർദാൻ അരികെയുള്ള മൊവാബ് സമുദ്രത്തിൽ മോശയും പുരോഹിതനായ എലയാസറും കണക്കെടുക്കുന്നതിന് ഒരുമിച്ച് കൂട്ടി. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം ഇവരാണ്. ഇസ്രായേലിന്റെ ആദിജാതനായ റൂബന്റെ പുത്രന്മാരായ ഹസോക്ക്, ഫല്ലു, ഹെസ്രോൺ, കർമ്മി എന്നിവരുടെ കുലങ്ങൾ. ഇവയുൾപ്പെട്ട റൂബൻ ഗോത്രത്തിൽ 43,730 ആളുകൾ. ഫല്ലുവിന്റെ പുത്രൻ ഏലിയാബിന്റെ പുത്രന്മാർ സെമുവേൽ, നെമുവേൽ, ദാദാൻ, അബീറാം. കോറഫും സംഘവും കർത്താവിനെതിരായി കലഹിച്ചപ്പോൾ കോറഹിനോട് ചേർന്ന് മോശയ്ക്കും അഹ്റോനും എതിരായി മത്സരിച്ച സമൂഹത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ദാദാനും അബീറാമും ഇവർ തന്നെ. ഭൂമി വാപിളർന്ന് കോറഫിനോടൊപ്പം അവരെ വിഴുങ്ങുകയും അഗ്നി 250 പേരെ ദഹിപ്പിക്കുകയും ചെയ്തപ്പോൾ ആ സംഘം മരിച്ച് ഒരടയാളമായി തീർന്നു. എന്നിട്ടും കോറഫിന്റെ പുത്രന്മാർ മരിച്ചില്ല. ശിമയോൻ ഗോത്രത്തിൽ നെമുവേൽ, യാഖീൻ, യാമീൻ, സേരഹ്, ഷാവൂൾ എന്നിവയുടെ കുലങ്ങൾ. ഈ കുലങ്ങൾ ഉൾപ്പെട്ട ശിമയോൻ ഗോത്രത്തിൽ 22,200 ആളുകൾ. ഗാദ് ഗോത്രത്തിൽ സെഫോൻ, ഹക്കി, ഷൂനി, ഓസ്നി, യേരി, അരോദ്, അരേലി എന്നിവയുടെ കുലങ്ങൾ. ഇവയുൾപ്പെട്ട ഗാദ് ഗോത്രത്തിൽ 44,500 ആളുകൾ. യൂദായുടെ പുത്രന്മാർ ഏരും ഓനാനും കാനാൻ ദേശത്ത് വെച്ച് മരിച്ചു. യൂദാ ഗോത്രത്തിൽ ശേലഹ്, പേരസ്, സേരഹ് എന്നിവയുടെ കുലങ്ങൾ. പേരസിന്റെ കുലത്തിൽ ഹെസ്രോൺ, ഹാമൂൽ എന്നിവയുടെ കുടുംബങ്ങൾ. ഇവയുൾപ്പെടുന്ന യൂദാ ഗോത്രത്തിൽ 76,500 ആളുകൾ. ഇസാഖർ ഗോത്രത്തിൽ തോല, പുവാഹ്, യാശൂബ്, ഷിമ്രോൻ എന്നിവരുടെ കുലങ്ങൾ. ഇവയിൽപ്പെട്ട ഇസ്രായേൽ ഗോത്രത്തിൽ 64,300 ആളുകൾ. സെബുലൂൻ ഗോത്രത്തിൽ
സെരത്ത്, ഏലോൻ, യഹ്ലേൽ എന്നിവയുടെ കുലങ്ങൾ. ഇവയുൾപ്പെട്ട സെബുലൂൻ ഗോത്രത്തിൽ 60,500 ആളുകൾ. ജോസഫിന്റെ പുത്രന്മാർ മനാസയും എഫ്രായിമും. മനാസയുടെ പുത്രൻ മാഖീർ ഗിലെയാദിന്റെ പിതാവായിരുന്നു. ഗിലെയാദിൽ നിന്ന് യേസർ, ഹേലക്, അസ്രിയേൽ, ഷെക്കെം, ഷിമിദ, ഹെഫർ എന്നിവരുടെ കുടുംബങ്ങൾ. ഹെഫറിന്റെ മകനായ സെലോഹവാദിനും പുത്രന്മാരിലായിരുന്നു. മഹ്ല, നോവ, ഹൊക്ല, മിൽക്ക, തിർസ എന്നീ പുത്രിമാരാണ് ഉണ്ടായിരുന്നത്. മനശ്ശെ ഗോത്രത്തിൽ 52,700 ആളുകൾ. എഫ്രായിം ഗോത്രത്തിൽ ഷുത്തേലാഹ്, ബേക്കർ, താഹാൻ എന്നിവരുടെ കുലങ്ങൾ. ഷൂത്തേലാഹിന്റെ മകനാണ് ഏരാൻ. ഇവയിൽപ്പെട്ട എഫ്രായിം ഗോത്രത്തിൽ 32,500 ആളുകൾ. ഇവ രണ്ടും ജോസഫിന്റെ പുത്രന്മാരുടെ ഗോത്രങ്ങളാണ്. ബെഞ്ചമിൻ ഗോത്രത്തിൽ ബേല, അഷ്ബേൽ, അഹിറാം, ഷെഫൂഫാം, ഹൂഫാം എന്നിവയുടെ കുലങ്ങൾ. ബേലായുടെ കുലത്തിൽ അർദ്, നാമാൻ എന്നിവയുടെ കുടുംബങ്ങൾ. ഇവയുൾപ്പെടെ ബെഞ്ചമിൻ ഗോത്രത്തിൽ 45,600 ആളുകൾ. ഓൻ ഗോത്രത്തിൽ ഷൂഹാമിന്റെ കുലം. ദാൻ ഗോത്രത്തിൽ 64,400 ആളുകൾ. ആഷേർ ഗോത്രത്തിൽ ഇമ്ന, ഈഷ്മി, ബരിയ എന്നിവയുടെ കുലങ്ങൾ. ബരിയായുടെ കുലത്തിൽ ഹേബർ, മൽക്കിയേൽ എന്നിവയുടെ കുടുംബങ്ങൾ. ആഷേറിന് സേറ എന്നൊരു പുത്രി ഉണ്ടായിരുന്നു. ആഷേർ ഗോത്രത്തിൽ 53,400 ആളുകൾ. നഫ്താലി ഗോത്രത്തിൽ യഹ്സേൽ, ഗൂനി, യേസർ, ഷില്ലേം എന്നിവയുടെ കുലങ്ങൾ. ഇവയിൽപ്പെട്ട നഫ്താലി ഗോത്രത്തിൽ 45,400 ആളുകൾ. അങ്ങനെ ഇസ്രായേൽ ജനം ആകെ 6,01,730 പേർ ഉണ്ടായിരുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, എണ്ണമനുസരിച്ച് ഇവർക്ക് ദേശം ഭാഗിച്ചു കൊടുക്കണം. വലിയ ഗോത്രത്തിന് കൂടുതലും ചെറിയ ഗോത്രത്തിനും കുറവും, അങ്ങനെ എണ്ണമനുസരിച്ച് ഓരോ ഗോത്രത്തിനും അവകാശം നൽകണം. നറുക്കിട്ട് വേണം ഓരോ ദേശം വിഭജിക്കാൻ. താങ്കളുടെ പിതൃഗോത്രത്തിന്റെ പേരിലായിരിക്കും അവകാശം ലഭിക്കുക. ആളേറിയ ഗോത്രത്തിനും ആള് കുറഞ്ഞ ഗോത്രത്തിനും അവകാശം നറുക്കിട്ട് ഭാഗിക്കണം. ലേവി ഗോത്രത്തിൽ ഗർഷോൺ, കൊഹാത്ത്, മെറാറി എന്നിവയുടെ കുലങ്ങൾ. ലിബ്നി, ഹെബ്രോൻ, മഹ്ലി, മൂഷി, കോറഫ് എന്നിവയുടെ കുലങ്ങളും ലേവി ഗോത്രത്തിൽ ഉൾപ്പെടുന്നു. കോഹാത്ത് അമ്രാമിന്റെ പിതാവാണ്. യോക്കോബേദ് ആയിരുന്നു അമ്രാമിന്റെ ഭാര്യ. ലേവിക്ക് ഈജിപ്തിൽ വെച്ച് ജനിച്ച മകളാണവൾ. ഇവളിൽ അമ്രാമിന് അഹ്റോനും മോശയും അവളുടെ സഹോദരൻ മിരിയാമും ജനിച്ചു.
അഹ്റോന്റെ പുത്രന്മാരാണ് നാദാബ്, അബിഹു, എലയാസർ, ഇത്താമർ എന്നിവർ. നാദാബും അബിഹുവും കർത്താവിന്റെ മുമ്പിൽ അവിശുദ്ധമായ അഗ്നി ജ്വലിപ്പിച്ചപ്പോൾ മരിച്ചുപോയി. ലേവി ഗോത്രത്തിൽ 1 മാസവും അതിൽ കൂടുതലും പ്രായമുള്ള പുരുഷ സന്തതികളുടെ സംഖ്യ 23,000 ആയിരുന്നു. ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ അവർക്ക് അവകാശം കൊടുക്കാതിരുന്നത് കൊണ്ട് അവരെ അക്കൂട്ടത്തിൽ എണ്ണിയില്ല. ജെറീക്കോയുടെ എതിർവശത്ത് ജോർദാൻ അരികെയുള്ള മൊവാബ് സമതലത്തിൽ വെച്ച് മോശയും പുരോഹിതനായ എലയാസറും കൂടി ഇസ്രായേൽ ജനത്തിന്റെ കണക്കെടുത്തപ്പോൾ ഇവരെയാണ് എണ്ണിയത്. എന്നാൽ മോശയും പുരോഹിതൻ അഹ്റോനും കൂടി സീനായി മരുഭൂമിയിൽ വെച്ച് എടുത്ത ഇസ്രായേൽ ജനത്തിന്റെ കണക്കിൽ പെട്ടവരാരും അക്കൂട്ടത്തിൽ ഇല്ലായിരുന്നു. കാരണം അവർ മരുഭൂമിയിൽ വെച്ച് മരിക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്തിരുന്നു. യെഫുന്നെയുടെ മകൻ കാലേബും നൂനിന്റെ മകൻ ജോഷുവയും ഒഴികെ അവരിലാരും അവശേഷിച്ചില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.